ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ വിട്ട് വന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളോടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 118 ml കപ്പിലാണ് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടിയൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ 88 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ പഴംപൊരിക്ക് ഒരു ചെറുതായിട്ട് ഒരു മുരിച്ചൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അരിപ്പൊടി ചേർത്തിയത്. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. ഇനി ഞാൻ സാഫ്രോൺ ആണ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളത്, കുങ്കുമപ്പൂവ്. അപ്പോൾ അതില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർക്കുക. ഒരു ടീസ്പൂൺ ആയാലും 2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇനി അതിലോട്ട് വെള്ളം ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരിച്ചിരി ഏലക്കപ്പൊടിയുടെ ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ പഴംപൊരിക്കുള്ള മാവ് ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇനി ഞാൻ ഈ 2 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നേന്ത്രപ്പഴം. അതൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാം. ഞാൻ നീളനല്ല അത് ഫ്രൈ ചെയ്യണത്, ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യണത്. ഇപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തു. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പഴംപൊരി കഴിക്കുമ്പോൾ കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പാനിലോട്ട് ഒരു 9 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം പഴം മാവിലോട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാം, അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഞാൻ ഒരു സൈഡെല്ലാം മറിച്ചിട്ടു. ഒരു സൈഡ് റെഡി ആയി കിട്ടി. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ട് ഞാനെല്ലാം കോരി മാറ്റി. അതുപോലെ ബാക്കി പഴവും ഞാൻ ഇതുപോലെ തന്നെ പൊരിച്ച് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എല്ലാ പഴവും പൊരിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പഴംപൊരി ഇവിടെ റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒരു വട്ടം കുട്ടികൾക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് കൊടുക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.